തന്ത്രി കണ്ഠർ രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അദ്ദേഹത്തെ ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. അദ്ദേഹവുമായുള്ള വാഹനം ജയിലിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും ഇന്നലെ രാത്രിയിലാണ് അദ്ദേഹത്തിന് ഉറക്കക്കുറവുണ്ടായി, തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്നാണ് നമുക്ക് അറിയാനാവുന്നത്. ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കും. വി അരുൺ കൂടി നമുക്കൊപ്പമുണ്ട്. അരുൺ, എന്താണ് സാഹചര്യം അവിടെ? ഈ ചെങ്ങന്നൂരിലും മറ്റും തന്ത്രിയുടെ വീട്ടിലും മറ്റും BJP പ്രവർത്തകർ അങ്ങനെ കുറേ ആൾക്കൂട്ടം എത്തിയിട്ടുണ്ട് അവിടെ കുടുംബത്തേക്ക് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി. സമാനമായ എന്തെങ്കിലും ആൾക്കൂട്ടം അങ്ങനെ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ ഈ ജനറൽ ആശുപത്രിയുടെ അങ്ങോട്ട്? ജനറൽ ആശുപത്രി അത്തരം ആൾക്കൂട്ടമോ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒന്നുമില്ല. തന്ത്രിയെ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ എന്നാണ് പറയുന്നത്. ഉറക്ക പ്രശ്നമുണ്ടായിട്ടില്ല, അത് ഉറങ്ങാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ആശുപത്രി എത്തിക്കുകയാണ്. അദ്ദേഹത്തിന് കാര്യമായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സ്വാഭാവികമായും പോലീസ് ഒരു മുൻകരുതൽ കൂടി എടുക്കണം. അത്ര പ്രധാനപ്പെട്ട ഒരാൾ ഈ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും പരിശോധനകൾക്ക് വിധേയമാക്കും. ഇന്നലെ വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തെ ജയിലിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആശുപത്രി കൊണ്ടുവരികയാണ്. അടിയന്തരമായ ഒരു സാഹചര്യമൊന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചില്ല. അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് നമുക്ക് പോലീസിൽ നിന്ന്, ജയിൽ വകുപ്പിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യമായ പ്രശ്നങ്ങളിലെങ്കിലും ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ആശുപത്രിയിലെ എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 11 മണിയോടുകൂടി ഇവിടെ എത്തുമെന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ അത് വൈകുകയാണ്. ഏതായാലും നിമിഷങ്ങൾക്ക് ഇതിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും BJP ഇന്നലെ ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞത് തന്ത്രിയുടെ അറസ്റ്റ് മാത്രം പോരാ, മന്ത്രിയിലേക്കൊക്കെ പോകണമെന്നതാണ്. ആദ്യം ആരായാലും ശിക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞാണ് കുമ്മനം രാജശേഖരൻ ഇന്നലെ ഈ ആദ്യ പ്രതികരണം, BJPയുടെ ആദ്യ പ്രതികരണം തുടങ്ങിയതെങ്കിലും പിന്നീട് പതിയെ സർക്കാരിലേക്ക് എത്തുകയായിരുന്നു. സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഏതായാലും എങ്ങനെയാണ് ഇനി BJP അത്ര നീക്കം നടത്തുക എന്നതാണ് അറിയേണ്ടത്. സ്വാഭാവികമായും BJP വിശ്വാസപരമായ ഒരു കാര്യം കൂടി ഉൾച്ചേർക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. തന്ത്രിക്ക് പൂർണ്ണപിന്തുണയുമായി എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. ഇപ്പോൾ ഈ തന്ത്രി സമാജത്തിന്റെ ഒരു വാർത്താ സമ്മേളനവും അല്പസമയത്തിനകം നടക്കും. രാഹുൽ ഈശ്വറൊക്കെ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. അതിലും അവരും നിലപാട് പ്രഖ്യാപിച്ചേക്കാം. തന്ത്രിയെ പെടുത്താൻ ശ്രമിക്കുന്നത് ആരോപണമാകും സ്വാഭാവികമായി ആ രീതിയിലേക്ക് ഉയർന്നു വന്നത്. അത് BJP ഏറ്റുപിടിക്കുമോ എന്ന മറുഭാഗത്ത് CPM ആകട്ടെ വളരെ കരുതലോടുകൂടി ഒരു പ്രതികരണമാണ്. ഇതിൽ വലിയൊരു ആവേശം CPM കാണിക്കുന്നില്ല. അതിന് കാരണം CPM പ്രതിരോധത്തിലായത് ഈ വിഷയം തന്നെയാണ്. ഈ വലിയ പ്രശ്നമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് CPM-ലെ നേതാക്കൾ ഒന്നൊന്നായി ഇതിൽ വരുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ ദേവസ്വം ബോർഡും ഒക്കെ പ്രതിസാദം വരുമ്പോൾ CPM രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് പോയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ തന്ത്രിയുടെ അറസ്റ്റ് വരുമ്പോഴും CPM വളരെ സംയമനത്തോടുകൂടിയ നിലപാടാണ് ഈ കേസിൽ സ്വീകരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ആവേശം കാണിച്ചാൽ അത് വീണ്ടും തിരിച്ചടിയായിരിക്കാം എന്ന സൂചനകൾ. സ്വാഭാവികമായും തന്ത്രിയാകുമ്പോൾ കോൺഗ്രസ് പോലും ഇപ്പോൾ പൂർണ്ണമായും ഈ തന്ത്രിയുടെ അറസ്റ്റ് ശരിവയ്ക്കുകയല്ല ചെയ്യുന്നത്. അവരും സംശയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. BJPയും സമാനമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. മന്ത്രിയിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ലെന്ന ചോദ്യമാണ് കോൺഗ്രസും BJPയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ SIT ഏത് അന്വേഷണം നടത്തിയാലും ആരെ അറസ്റ്റ് ചെയ്താലും ഇതൊരു പ്രശ്നമില്ലാതെ ഈ വിഷയത്തിൽ 3 നേതാക്കളാണ് സംസാരിക്കുന്നത്. ഒന്ന് EP ജയരാജനാണ്, മറ്റൊന്ന് സജി ചെറിയാനും നിയമമന്ത്രി P രാജീവുമാണ്. എല്ലാവരും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകട്ടെ, കോടതി തന്നെ അത് ശരിയായ ദിശയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സർക്കാർ അതിലൊരു അഭിപ്രായം പറയാനോ അമിത താല്പര്യം കാണിക്കാനോ തയ്യാറാകില്ല. CPM വലിയ ആവേശത്തോടു കൂടി കാര്യം ഏറ്റെടുക്കില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ AK സെന്ററിൽ തുടരുകയാണ്. ആ യോഗത്തിലും തന്ത്രിയുടെ അറസ്റ്റ് തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തും. അതിലേത് തരത്തിലുള്ള പ്രതികരണമാകും നേതാക്കളിൽ വേണ്ടെന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ നിർദ്ദേശമുണ്ടാകും. വൈകുന്നേരം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലും സാധ്യതയുണ്ട്. ഏതായാലും തന്ത്രിയെ അല്പസമയത്ത് ഇവിടേക്ക് ഈ ജനറൽ ആശുപത്രി കൊണ്ടുവരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയുടെ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനില്ല, കാര്യമായ ആ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരിൽ പോലീസിൽ നിന്നും അതുപോലെ തന്നെ ജയിൽ വകുപ്പിൽ നിന്നുമൊക്കെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ആശുപത്രി പരിശോധിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഒരു വ്യക്തത മനസ്സിലാകൂ. അതീവ ഗുരുതരമായ സാഹചര്യമൊക്കെ ആയിരുന്നെങ്കിൽ വളരെ നേരത്തെ 11 മണിയോടുകൂടി തന്നെ നമ്മളിവിടെ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുവരുമെന്ന സൂചനകൾ ലഭിച്ചിടത്തോളം നമ്മളിവിടെ ഉണ്ട്. പക്ഷേ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുന്നു. അദ്ദേഹത്തെ ഇപ്പോഴും ഇവിടെ എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിനില്ല എന്ന് ഉറക്കക്കുറവ് പോലുള്ള സ്വാഭാവികമായും തീർത്തും അപരിചിതമായ ഒരു സാഹചര്യത്തിലാകാൻ ആണ് തന്ത്രി ഉള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അത്രയധികം പരിഗണന എല്ലാ തലങ്ങളിലും ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ശബരിമലയിൽ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നമുക്ക് ആ രീതിയിലൊരു ഇത്തരം ഈ രംഗത്തെ, ആത്മീയ രംഗത്തെ അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പദവി അലങ്കരിക്കുന്ന കുടുംബമാണ് താഴമൽ തന്ത്രി കുടുംബം. അങ്ങനെയുള്ള ആൾ സ്വാഭാവികമായും ജയിൽ പോലുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ ഒന്നും കടന്നുപോയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാകാം അത്തരം
ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായെന്ന് വേണം കരുതാൻ. ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിക്കും. യെസ്, എന്തായാലും ജനറൽ ആശുപത്രിയിൽ അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തെ എത്തിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം സാഹചര്യങ്ങൾ വിലയിരുത്തും.